إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹധരണീയരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം വിശ്വാസികൾക്ക് അനുവദിച്ച് നൽകിയ ആഘോഷത്തിൻ്റെ സുദിനത്തിലാണ് നാം ഓരോരുത്തരും ഒത്തുചേർന്നിരിക്കുന്നത്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് സന്തോഷവേളകളുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തി. ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്നാമത്തെ സന്തോഷം രാവിലെ മുതൽ നോമ്പ് തുറക്കുന്ന മഗ്രിബ് സമയം വരെ അന്നപാനീയങ്ങളെല്ലാം വർജിച്ച് വെള്ളത്തിന് ഭക്ഷണത്തിന് ആവശ്യമായിരിക്കുമ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോൾ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷം വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, അവൻ ചെയ്ത നോമ്പിൻ്റെ പ്രത്യുപകാരമായി നാളെ പിറ്റേന്ന് നമ്മുടെ സൃഷ്ടാവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഒരു രംഗം. നമ്മളെടുത്ത എല്ലാ അമലു സ്വാലിഹാത്തുകളും റഹ്മാനായ റബ്ബ് ഇരു കൈകൾ നീട്ടി സ്വീകരിച്ച് നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന രംഗത്ത് നാമൊക്കെ നമ്മുടെ സൃഷ്ടാവിനെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, എങ്ങനെയാണ് രൂപമെന്നോ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മറ്റു ഭാഗങ്ങളോ മറ്റു കാര്യങ്ങളോ എന്നൊന്നും അറിയാതെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത അമലുകൾക്ക് പ്രത്യുപകാരമായി ആ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് സാധിക്കുന്ന ഒരു സന്തോഷം. സഹോദരന്മാരെ, ആ രംഗം, അള്ളാഹുവിനെ, നമ്മുടെ റബ്ബിനെ കാണുന്ന രംഗം ഹദീസുകൾ വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അവിടെ നിന്ന് പറയുകയാണ്, കുന്ന ജുലൂസൻ ഇൻദ റസൂലില്ലാ, ഞങ്ങൾ ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ ഇരിക്കുകയായിരുന്നു.
ഇദ് നളറ ഇലൽ ഖമരി ലൈലത്തുൽ ബദർ. ലൈലത്തുൽ ബദർ അഥവാ 14-ാം രാവിന്റെ അന്ന് പൂർണ്ണ രൂപത്തിലുള്ള ചന്ദ്രനെയും നോക്കിയിരിക്കുന്ന നേരത്ത് മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടായി കൊണ്ടിങ്ങനെ പറഞ്ഞു, അമാ ഇന്നക്കും സതറൗന റബ്ബക്കും, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും കേട്ടോ. കമാ തറൗന ഹാദൽ ഖമർ, ഇന്നിപ്പോൾ നിങ്ങൾ ഈ പൂർണ്ണ ചന്ദ്രനെ നോക്കി രസം കൊള്ളുന്നത് പോലെ അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണും. ലാ തുളാമ്മൂന ഫി റുഅയതിഹി, അവനെ കാണുന്നതിൽ ആരുമാരും തർക്കിക്കുകയോ മത്സരിക്കുകയോ ആർക്കും പിന്നെ മറഞ്ഞു പോവുകയോ ഒന്നും ചെയ്യുകയില്ല. ഫഇൻ ഇസ്തതഅതും അൻ ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, അതുകൊണ്ട് അങ്ങനെ റബ്ബിനെ കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലത്തെയും വൈകുന്നേരത്തെയും അല്ലെങ്കിൽ മഗ്രിബിന്റെ നേരത്തുമുള്ള നിസ്കാരം കൃത്യമായി പുലർത്തിക്കൊള്ളണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്കിൽ ആ അള്ളാഹുവിനെ അത്രമേൽ സുന്ദരമായ രൂപത്തിൽ കാണാൻ വേണ്ടിയാണല്ലോ നാം ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയാണല്ലോ നാം നോമ്പും മറ്റ് ഇബാദത്തുകളുമെല്ലാം നിർവഹിക്കുന്നത്. എങ്കിൽ നമ്മൾ ഒരു റമളാൻ അവസാനിക്കുന്നതോടുകൂടെ നമ്മുടെ ഇബാദത്തുകൾക്ക് വിരാമം കുറിക്കാൻ പാടില്ല. റമളാൻ അവസാനിക്കുമ്പോൾ അമലുകൾ അവസാനിക്കാൻ പാടില്ല എന്നതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഹിജ്റിന്റെ 99-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിച്ചല്ലോ, വഅബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വിശ്വാസികളെ, വഅബുദ് റബ്ബക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ, നിന്നെ കൃത്യമായി പിടികൂടുന്ന ഏറ്റവും വലിയ ഉറപ്പുള്ളതായ യാതൊരുവിധ സംശയവുമില്ലാത്ത യഖീനായ മരണം നിന്റെ അടുക്കൽ വരുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെ ഒരു രൂപത്തിലേക്ക് നമ്മുടെ മരണം വരുന്നതുവരെ ഇബാദത്തുകൾ തുടർത്തിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും എത്തേണ്ടതുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ചിലരെങ്കിലും റമളാൻ അവസാനിക്കുന്നതോടെ പള്ളിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ്. ഭാഗികമായെങ്കിലും റമളാനിൽ പള്ളിയിൽ കയറിയ അത്ര, അല്ലെങ്കിൽ മറ്റു ഇബാദത്തുകൾ ചെയ്ത അത്ര ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ആലസ്യം വരുന്നു, മടിയുണ്ടാകുന്നു. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്, വിശ്വാസികൾക്ക് അവന്റെ ഇബാദത്തുകൾ അവസാനിപ്പിക്കാൻ മരണമല്ലാത്ത ഒരു തടസ്സവും വെച്ചിട്ടില്ല. റമളാൻ ഒരു തടസ്സമല്ല, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു സന്ദർഭം, ആ സന്ദർഭത്തോടുകൂടെ നമ്മുടെ ഇബാദത്തുകൾക്ക് അവസാനം കുറിക്കാൻ പാടില്ല എന്നതാണ് നാം ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. ചെറിയ നന്മകളാണെങ്കിലും അത് തുടർച്ചയായി കൊണ്ടുപോവുക എന്നതാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ, അള്ളാഹുവിന് ഏറെ ഇഷ്ടം അത് ഏറ്റവും ചെറിയ അമലാണെങ്കിലും അദ്വമുഹാ വ ഇൻ ഖല്ല, തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നുമെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളാണ് റഹ്മാനായ റബ്ബിന് ഏറെ ഇഷ്ടമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. മഹാനായ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, നിങ്ങൾ ഏത് ചെറിയ അമലാണെങ്കിലും അത് തുടർച്ചയായി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ അത് തുടർച്ചയായി ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് മുഖേന അള്ളാഹുവിന്റെ ഒരു ഇഷ്ടം വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വലാ യസാലു അബ്ദി, എന്റെ അടിമ യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ചെറിയ ചെറിയ സുന്നത്തുകൾ കൊണ്ട് അതിങ്ങനെ തുടർച്ചയായി ചെയ്യുന്നത് മൂലം എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹത്താ ഉഹിബ്ബുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. നമുക്കറിയാമല്ലോ, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വേണ്ടി നന്മകളിലേക്ക് വഴികൾ തുറന്നു തരും, അല്ലെ? ഓരോ നന്മകളിലേക്കും മുൻപിലേക്ക് വരാൻ, മുൻപന്തിയിൽ നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരും എന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അവർ പറയുന്നുണ്ട്, നോമ്പ് എന്നത് നന്മകൾ ചെയ്യാനുള്ള, നോമ്പിന്റെ കാലം നന്മകൾ ചെയ്യാനുള്ള കാലം മാത്രമായി കാണരുത്. മറിച്ച് നിങ്ങൾ ഏത് സമയത്തും
ഏത് സമയത്തും മരണം വരുന്നതുവരെ നോമ്പുകാരെ പോലെ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരു കവി അദ്ദേഹം പറഞ്ഞു, ഇദാ മൽ മർഉ സാമ അനിദ്ദുനിയ ഫകുല്ലു ശുഹൂരിഹി ശഹ്റുസ് സിയാമി. ഇദാ മൽ മർഉ സാമ അനിദ്ദുനിയ, പിന്നെ ദുനിയാവിനോട് ഒരാൾ നോമ്പിന്റെ പോലെ, എല്ലാ മാസത്തിലും നോമ്പുകാരനെ പോലെ ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ ഫകുല്ലു ശുഹൂരിഹി ശഹ്റുസ് സിയാമി, എല്ലാ മാസവും അവന് റമളാൻ കണക്കെയായി മാറുമെന്നാണ്. നോമ്പിൽ നാം എടുത്ത ഭക്തി അത് മറ്റു മാസങ്ങളിലും നമ്മളിൽ ഉണ്ടാകുമെങ്കിൽ നമുക്ക് എല്ലാ മാസവും റമളാനാണ് എന്നാണ് ഈ കവിതയുടെ ആശയമായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായിരുന്നാലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ നന്മകൾ ചെയ്യാനും അത് തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ കാത്തു സൂക്ഷിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു നന്മയും ഈ റമളാൻ അവസാനിക്കുന്നതോടെ അവസാനിക്കാൻ പാടില്ല എന്ന ഒരു ചെറിയ സന്ദേശമാണ് ഇന്നത്തെ ഖുത്ബയിൽ നൽകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ എല്ലാവിധ ഖൈറിലും മുൻപിൽ നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഒരിക്കൽ വഹൈബ് ഇബ്നുൽ വർദ് എന്ന പ്രമുഖനായ ഒരു സലഫി പണ്ഡിതൻ, അദ്ദേഹം ചില ആളുകളെ കാണുകയാണ്. യദ്ഹഖൂന ഫി യൗമി ഈദിൻ, പെരുന്നാൾ ദിവസത്തിൽ മതിമറന്നുകൊണ്ട് സന്തോഷിക്കുന്ന ചില ആളുകളെ അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം വളരെ കൗതുകകരമായി അവരോട് പറഞ്ഞു, ഇൻകാന ഹഉലാഇ തുഖബ്ബില മിൻഹും സിയാമുഹും, ഈ മതിമറന്ന് സന്തോഷിക്കുന്നവരുടെ നോമ്പുകൾ അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഫമാ ഹാദാ ഫിഅലു ശാകിരീൻ, ഇതല്ല നന്ദി കാണിക്കേണ്ട രൂപം. ഇവരുടെ നോമ്പുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് നന്ദിയുടെ പ്രതീകമായിട്ടല്ല, നന്ദിയുടെ അടയാളമല്ല. വ ഇൻ കാന ലം യുതഖബ്ബൽ മിൻഹും സിയാമുഹും, ഇനി നേരെ തിരിച്ച് ഇവരുടെ നോമ്പുകൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഫമാ ഹാദാ ഫിഅലുൽ ഖായിഫീൻ, ഭയപ്പെട്ട് ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കുമോ എന്ന ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്നവരുടെ പ്രവർത്തനവുമല്ല ഇങ്ങനെ മതിമറന്ന് സന്തോഷിക്കൽ എന്ന് പറഞ്ഞത് നമുക്ക് വായിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ അമലുകൾ അതിനെക്കുറിച്ച് ഒരു ചിന്ത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളെടുത്ത അമലുകൾ അത് റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുമോ? അള്ളാഹു അത് സ്വീകരിക്കുമോ? ഞാൻ അള്ളാഹു തൃപ്തിപ്പെടുന്ന വിഭാഗം ആളുകളിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടേണ്ടതുണ്ട്. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ ഈദു ലൈസ ബിൽ മളാഹിർ, പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പ്രകടനപരതയല്ല, നമ്മുടെ ഉപരിപ്ലവമായ ചില കാട്ടിക്കൂട്ടലുകളല്ല. വലാ ബിൽ ലിബാസ്, നല്ല പുതിയ വസ്ത്രം ധരിക്കലല്ല പെരുന്നാൾ. വ ഇന്നമാ ഹുവ ബിതാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കലാണ് പെരുന്നാൾ. വബിസിയാദത്തിൽ ഖുർബി മിൻഹു, അവനിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിനക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുക എന്ന് മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെക്കുന്നുണ്ട്. മാത്രവുമല്ല അദ്ദേഹം വീണ്ടും പറഞ്ഞു, ലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ്, പുതിയ ആളുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമിട്ട്, അടിപൊളി വസ്ത്രം എന്ന് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതാഗ്രഹിച്ചുകൊണ്ട് പുത്തൻ വസ്ത്രം ഉടുക്കലോ, അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിൽ കയറി സഞ്ചരിക്കലോ, വലാബിറുക്കൂബ്, വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കലോ ഒന്നുമല്ല ഈദ് കൊണ്ടുള്ള ഉദ്ദേശം. ഇന്നമൽ ഈദു ലിമൻ ഗുഫിറത് ലഹുദ്ദുനൂബ്, ആർക്കാണ് പെരുന്നാൾ? കഴിഞ്ഞ കാലത്തുള്ള ജീവിതങ്ങളിൽ ചെയ്തു പോയ തിന്മകൾ റമളാനിന്റെ അവസാനത്തോടുകൂടെ പൊറുക്കപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കാവുന്നത് ആർക്കാണോ അവർക്കാണ് യഥാർത്ഥ ഈദ് എന്നാണ്. വഫീ ലൈലത്തിൽ ഈദി തുഫറഖു ഖൽഖുൽ ഇത്ഖി വൽ മഗ്ഫിറ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ,
പെരുന്നാളിന്റെ ദിവസം അല്ലെങ്കിൽ റമദാനിന്റെ അവസാനത്തോടുകൂടെ ഒരുപാട് നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. വൽ മഗ്ഫിറത്തു അലൽ അബീദ്, ധാരാളക്കണക്കിന് അടിമകൾക്ക് അല്ലാഹു അവന്റെ ഫള് കൊണ്ട് പൊറുത്തു കൊടുക്കും. അങ്ങനെ പൊറുക്കപ്പെടുന്നവരിൽ ഞാനും നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ധരിക്കാൻ, നമുക്ക് വിചാരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഫഹുവ മത്റൂദുൻ ബഈദ്, അവനാണ് നരകത്തിൽ നിന്നും പിന്നെ അകറ്റപ്പെടുന്നവൻ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവർ. അത്തരക്കാർക്കാണ് ഈദുള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് കൂടുതൽ അടുത്ത് നന്മകളിൽ മുന്നേറാനും നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അതിനൊരു തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ ഹത്താ യഅതിയകൽ യഖീൻ എന്ന ഖുർആനിന്റെ പ്രയോഗം അന്വർത്ഥമാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ മലക്കുൽ മൗത്ത് കടന്നു വരുന്നതുവരെ ഈ ഈമാനോടുകൂടെ തൗഹീദോടുകൂടെ നമുക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാവശ്യമുള്ള നന്മകളെക്കാൾ കൂടുതൽ നന്മകൾ ചെയ്യാനും എല്ലാം സന്തോഷത്തോടെ കാണാനും എല്ലാ ഖൈറിലും മുന്നിലേക്ക് കടന്നു വരാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ മുഖാമ. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.